അങ്കമാലി തിരുവനന്തപുരം പാതയുടെ അലൈൻമെന്റ് മാറ്റി നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിന്റെ മധ്യഭാഗത്തുകൂടെയാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ അലൈൻമെന്റ് മാറ്റൽ. പുതുക്കിയ അലൈൻമെന്റ് പ്രകാരം ചെറുവള്ളി എസ്റ്റേറ്റിന് പടിഞ്ഞാറ് ഭാഗത്തു കൂടിയാണ് പാത കടന്നുപോകുക. തിരുവനന്തപുരം കൊട്ടാരക്കര കോട്ടയം അങ്കമാലി ഗ്രീൻഫീൽഡ് പാതയുടെ നിർദ്ദിഷ്ട അലൈൻമെന്റിലാണ് അവസാനഘട്ടത്തിൽ സർക്കാർ മാറ്റം വരുത്തിയത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ചെറുവള്ളി എസ്റ്റേറ്റിലൂടെ കടന്നുപോകുന്ന രീതിയിലായിരുന്നു അലൈൻമെന്റ്. ഇത് നിർദ്ദിഷ്ട ശബരിമല പാതയുടെ മധ്യഭാഗത്തു കൂടിയാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് പാതയുടെ അലൈൻമെന്റ് മാറ്റാൻ സർക്കാർ നിർദ്ദേശം നൽകിയത്. വിമാനത്താവളത്തിന്റെ അന്തിമ പദ്ധതി ഇതിനകം സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിനും പ്രധാനമന്ത്രിയുടെ ഗതിശക്തി ദേശീയ മാസ്റ്റർ പദ്ധതിയിലും സമർപ്പിച്ച സാഹചര്യത്തിലാണ് ഗ്രീൻഫീൽഡ് പാതയിൽ മാറ്റം വരുത്തുന്നത്. പുതുക്കിയ അലൈൻമെന്റ് പ്രകാരം ചെറുവള്ളി എസ്റ്റേറ്റിന് പടിഞ്ഞാറ് ഭാഗത്തുകൂടിയാണ് പാത കടന്നുപോകുന്നത്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാവുകയും വിമാനത്താവളം നിലവിൽ വരികയും ചെയ്താൽ ഗ്രീൻഫീൽഡ് പാത വികസനത്തിന് വഴിവെക്കുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടൽ. പദ്ധതിക്കായി MC റോഡ് വീതി കൂട്ടിയാൽ ധാരാളം വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ഏറ്റെടുക്കേണ്ടി വരുന്നത് ഒഴിവാക്കാനാണ് ജനവാസ മേഖല കുറഞ്ഞ ഗ്രീൻഫീൽഡ് പാത സർക്കാർ തിരഞ്ഞെടുത്തത്. 240 കിലോമീറ്റർ വരുന്ന പാതയ്ക്ക് 45 മീറ്ററാണ് വീതി. ഭോപ്പാലിലെ സ്വകാര്യ ഏജൻസിയാണ് അലൈൻമെന്റ് തയ്യാറാക്കിയത്. 24 കൊട്ടാരക്കര.